എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ഈ ഗോവധ നിരോധനം? ഗോഹത്യ നിരോധന പ്രസ്ഥാനം 1951 ഭാരത വ്യാപകമായിട്ട് നടന്ന പ്രസ്ഥാനമാണ്. ശരിക്കും കോൺഗ്രസിന്റെയും നയത്തിൽ ഒന്ന് ഈ ഗോഹത്യ നിരോധനം എന്നുള്ളതായിരുന്നു. ഏറ്റവും കൂടുതൽ അതുകൊണ്ട് നിരോധനം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾ കോൺഗ്രസ്. അതെ, 1948 ഗാന്ധിയെ കൊന്നുന്നില്ലെങ്കിൽ സംഘത്തിനെ നിരോധിച്ചല്ലോ. ആ നിരോധനത്തിന് ശേഷം സത്യാഗ്രഹവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നമ്മുടെ സംഘത്തിന്റെ നിരോധനം പിൻവലിച്ചു. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ഗാന്ധിയെ കൊന്നവരാണെന്നുള്ളൊരു ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോട് സംഘം ആസൂത്രിതമായി വ്യാപകമായി ഹിന്ദു ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലണം. അതിനു വേണ്ടിയിട്ട് 1951 ഗോഹത്യ നിരോധന പ്രസ്ഥാനം നമ്മൾ ആരംഭിച്ചു. 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, വ്യാപകമായ രീതിയിൽ ഗ്രഹസമ്പർക്കം ചെയ്തിട്ട് ഈ ഗോഹത്യ നിരോധനം വേണം എന്നുള്ള എനിക്ക് ജനങ്ങളെ കൊണ്ട് ഒപ്പ് ശേഖരിക്കണം. ആ ഒപ്പ് നമ്മുടെ രാഷ്ട്രപതിക്ക് സമർപ്പിക്കണം. അത് വാസ്തവത്തിൽ പരമപൂജനീയ ഗുരുജിയും വലിയ വലിയ സന്യാസിമാരെല്ലാവരും കൂട്ടിയിട്ട് വലിയൊരു ഇതായിട്ട് ചെന്നിട്ടാണ് രാഷ്ട്രപതിക്ക് സമർപ്പിച്ചത്. ഈ ഒരു ഗോഹത്യ നിരോധന ഒപ്പ് ശേഖരണവും കാര്യങ്ങളും നടക്കുന്ന സമയത്ത് തന്നെ അനവധി സ്ഥലങ്ങളിൽ ഗോഹത്യ നിരോധനത്തിന് വേണ്ടിയിട്ടുള്ള സമ്മേളനങ്ങൾ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു സമ്മേളനം പയ്യോളിയിൽ വെച്ച് നമ്മൾ സംഘടിപ്പിച്ച് അതിലെ അധ്യക്ഷനായിട്ടാണ് കേളപ്പജി വന്നത്. അങ്ങനെ ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മുസ്ലിങ്ങൾ പ്രകോപനം ഉണ്ടാക്കാനായിട്ട് ഇതിനടുത്ത് തന്നെ ഒരു സ്ഥലത്ത് ഒരു പശുവിനെ കൊണ്ടുവന്ന് പരസ്യമായിട്ട് വെട്ടി അത് വിതരണം ചെയ്യുന്ന പരിപാടിയൊക്കെ പൊതുസ്ഥലത്ത് ഇതിനൊക്കെ പയ്യോളിയിൽ വളരെ കാര്യമായിട്ട് ഇതിന് നമ്മുടെ ഈ സമ്മേളനം നടത്താൻ ചുമതല വഹിച്ചതും നേതൃത്വം കൊടുത്തൊക്കെ കണ്ണൻ ഗോമസ് എന്നുള്ള പള്ളികളിൽ അയാൾ സംഘത്തിൻ്റെ സ്വയം സേവകൻ എന്ന നിലയ്ക്കില്ല, പക്ഷെ നമ്മുടെ ശങ്കര ശാസ്ത്രിയൊക്കെയായിട്ട് നല്ല പരിചയവും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് ആ നിലയ്ക്ക് പയ്യോളിയിൽ ഈ യോഗം സംഘടിപ്പിച്ചതാണ്. ഇതൊരു പ്രകോപനമായിട്ട് ആ പശുവിനെ ഒന്നടുത്ത് വിതരണം ചെയ്തതെന്ന് മാത്രമല്ല, ഇത് സംഘടിപ്പിച്ച കണ്ണൻ ഗോമസിനെ രാത്രിക്ക് രാത്രി അയാളുടെ വീട്ടിൽ കയറി ആക്രമിച്ച് കൊല ചെയ്തു. ആ കൊല ചെയ്തതിനെ സംബന്ധിച്ച് പിന്നെ നമ്മുടെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് സംഘത്തിന് വലിയ ശക്തിയില്ലായിരുന്നെങ്കിലും ആ കൊലപാതകം നടത്തിയ ആൾക്കാർക്ക് മലപ്പുറത്തൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണ്. ആ ആൾക്കാരുടെ പേരിൽ കേസ് നടത്തി അവസാനം ആ കൊല നടത്തിയ ആൾക്കാർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള പരിപാടികൾ നടന്നിരുന്നു. ഇതാണ് കണ്ണൻ ഗോമസ് സംഘവും പയ്യോളി സംഭവം. പയ്യോളിയിൽ പരസ്യമായ പ്രകോപനം ഉണ്ടാക്കാനുള്ള മുസ്ലിം, ബാക്കി ഗവൺമെന്റിന്റെ സമയത്ത് അവർക്കൊന്നും എന്തായാലും ഉണ്ടായില്ല. പക്ഷേ കണ്ണൻ ഗോമസിനെ കൊല ചെയ്ത ആളെ കണ്ടെത്തിയിട്ട് അവരുടെ കേസ് നടത്തി അവരെ ശിക്ഷിക്കാനുള്ള പരിപാടി നമ്മുടെ ആൾക്കാർ ചെയ്തിരുന്നു. ഈ കണ്ണൻ ഗോമസിനപ്പോൾ അവിടുത്തെ ആ ഒരു പ്രോഗ്രാം, നമ്മളുടെ ഗോഹത്യ നിരോധനത്തിന് വേണ്ടിയുള്ള നമ്മൾ സംഘടിപ്പിച്ച പ്രോഗ്രാമിന്റെ സംഘാടകന്മാരിൽ ഒരാളായിരുന്നു. അതെ, അദ്ദേഹമാണ് അവിടെ സംഘടിപ്പിച്ചത്. നമ്മുടെ കോഴിക്കോടുള്ള സംഘപ്രവർത്തനമായിട്ട് അതിന് നല്ല ബന്ധമുണ്ടായിരുന്നു. സംഘത്തിന്റെ ശാഖ ആ ഭാഗത്ത് ആരംഭിച്ചിട്ടില്ല. എന്നാൽ ശരി, സംഘത്തിന്റെ സ്വാധീനം കൊണ്ട് പല സ്ഥലത്തും യോഗങ്ങളൊക്കെ സംഘടിപ്പിച്ച കൂട്ടത്തിൽ പയ്യോളിയിൽ നടന്നു.